ഇങ്ങനെ ഒരെണ്ണം കേരളത്തിൽ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ പാലം ഇങ്ങനെയാണ് വളഞ്ഞ് ഇങ്ങനെയാണ് പോയിരിക്കുന്നത് കേട്ടോ. അത്രയ്ക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു സ്ഥലം. ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. നമ്മുടെ ആക്സിഡൻറ്റ് നടന്നായിരുന്നു റോഡിൽ. ഹായ് ഫ്രണ്ട്സ്, ഏറ്റവും വലിയ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. നാഷണൽ ഹൈവേ 6 വരിപ്പാതയാക്കുന്നതിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ റോഡ് നിർമ്മാണം വന്ന് കണ്ടാൽ അത് മനസ്സിലാവും. അപ്പോൾ അവിടെ തന്നെ ഏറ്റവും വലിയ നിർമ്മാണ പ്രവർത്തനം ഒന്നാണ് വട്ടപ്പാറ വൈഡക്റ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഒരു സംഭവ ബഹുലമാണ് കേട്ടോ വട്ടപ്പാറ വൈഡക്റ്റ് ബ്രിഡ്ജ്. ആ ഭാഗത്തെ കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മളിപ്പം കോട്ടക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. ഇതിൻ്റെ കഴിഞ്ഞത്തെ വീഡിയോ നമ്മൾ ചേളാരിയിൽ നിന്ന് കോട്ടക്ക വരെയുള്ള ഭാഗത്തെ കാഴ്ച കണ്ടു. ഇന്ന് നമ്മൾ ഈ വട്ടപ്പാറ വൈഡക്റ്റ് പാലത്തിൻ്റെ കാഴ്ച കാണുന്നു. നമുക്ക് കിടക്കുന്ന കിടപ്പ് കണ്ട വട്ടപ്പാറ വളവ് എന്ന് പറയുമ്പോൾ പേടിപ്പെടുത്തുന്ന ഒരു വളവാണ്. ഏറ്റവും ക്രൂരമായ അപകടങ്ങൾ നടന്ന ഒരു സ്ഥലമാണ് വട്ടപ്പാറ. കാരണം അവിടെ സ്പീഡിന് വന്ന് വലിയൊരു വളവ് വളയ്ക്കാൻ പറ്റാതെ വലിയ വാഹനങ്ങൾ നേരെ താഴ്ചയിൽ മറിയുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. ആ വട്ടപ്പാറ വളവ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിക്കൊണ്ട് ഒരു വലിയ വൈഡക്റ്റ് ബ്രിഡ്ജാണ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ പാലമൊക്കെ പണി കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് കയറാൻ പോകുന്നത്. കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഓപ്പണാക്കി കൊടുത്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. എന്തായാലും പോയി നോക്കാം. അവിടെ ഒരു ഡീവിയേഷൻ കാണുന്നുണ്ട്. കയറാൻ പറ്റുമോ ഇല്ലെന്ന് അറിയത്തില്ല. കയറാൻ പറ്റുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ, ഇതിലേ കയറി പോവാടേ. പോകാൻ പറ്റുമോ തോന്നുന്നു കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഒരു സൈഡിലെ വാഹനങ്ങളാണ് കയറ്റി വിടുന്നത്. നമുക്ക് പോവാം. നമുക്ക് പോകാവേ. ഇപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ പഴയ റോഡിൽ കൂടെ ആണെന്ന് കേട്ടോ വരുന്നത്. അവിടെ പോകാൻ പറ്റൂലടേ. ഇതുവഴി നേരെയാണ് പോകേണ്ടത്. പക്ഷെ ഇപ്പം പണികൾ കുറച്ചും കൂടി ബാക്കിയുണ്ട് കേട്ടോ. നമ്മൾ പഴയ റോഡിൽ തന്നെയാണ് കയറിയത്. അവിടെ പോകാൻ പറ്റുമോ? ഇവിടെ ഭയങ്കര ബ്ലോക്കാണല്ലോ. ഇത്രയും വാഹനങ്ങളാണ് ഈ 6 വരിപ്പാതയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ 6 വരിപ്പാതയിൽ നമ്മൾ അറിയുന്ന പോലും ഇല്ല ഇത്രയും വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. വാഹനങ്ങൾ എന്ന് പറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ബ്ലോക്ക് വന്നപ്പോൾ കണ്ടോ എന്തോരം വാഹനങ്ങളാണ്. അല്ലടേ, വൈഡക്റ്റ് പാലത്തിൽ കൂടി വാഹനങ്ങൾ കടന്നു പോകുന്നില്ല. ഒരു വണ്ടി പോകുന്നു കണ്ടല്ലോ. കയറി നോക്കേ, ഒരു വണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടുന്ന് ഇങ്ങോട്ടാണോ വണ്ടി വരുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ അങ്ങോട്ടായിട്ട് റിട്ടേൺ വരാം കേട്ടോ. ഇതായാലും വണ്ടി കയറ്റി വിടുമെങ്കിൽ ഞാൻ മേളിൽ കയറിപ്പോയി കാഴ്ച കാണാം. നമുക്ക് കയറി പോകാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഇങ്ങോട്ടുള്ള വാഹനങ്ങളാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? അങ്ങോട്ട് കയറി പോകില്ലല്ലേ. അവിടെ ആകെ ബ്ലോക്കായി കിടക്കുന്നു കേട്ടോ. നമുക്ക് മേലിൽ പോയിട്ട് തിരിച്ച് റിട്ടേൺ ഇതുവഴി വന്ന് കാഴ്ച കാണേ. അന്നേരം ഈ വട്ടപ്പാറ പഴയ വളവും കാണിച്ചു തരാം. അത് കണ്ടതിന് ശേഷം അതിനെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടിട്ടാണ്. ഇത് നോക്കേ, എൻ്റെ പൊന്നി, ഒരു അത്ഭുത നിർമ്മിതിയാണ്. അവിടെ എത്ര മീറ്റർ ഉയരത്തിലാണെന്ന് അവിടെ ആ ഭാഗത്ത് വരുന്നത് ഭയങ്കര ഉയരത്തിലാണ് പാലം വരുന്നത്. ഇതാണ് ആ പ്രശസ്തമായ വട്ടപ്പാറ വൈഡക്റ്റ്. ഇത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് ഇവർ പൂർണ്ണമായി ഓപ്പൺ ചെയ്ത് കൊടുക്കേ. അപ്പോഴേ ഈ റോഡ് പിന്നെ ലോക്കലായിട്ടുള്ള വാഹനങ്ങളായിരിക്കും കൂടുതൽ ഓടുന്നത്. ഇത്
ഇതാണ് വട്ടപ്പാറ വയഡക്റ്റ്. ഇവിടുന്ന് ഇങ്ങനെ വളവാണ്, വലിയ വാഹനങ്ങൾ വരും. വലിയ വാഹനങ്ങൾ ചില സമയത്ത് ബ്രേക്ക് ഫെയിലിയർ ആവും. ആ സമയത്ത് ഈ വണ്ടി ഇങ്ങനെ നേരെ വന്നിട്ട് അങ്ങ് പോകും. എത്ര വണ്ടി പോയിട്ടുണ്ടെന്നറിയോ? എത്ര അപകടം, ഭയങ്കര അപകടം പിടിച്ച വളവാണ്. പ്രത്യേകിച്ച് രാത്രിയൊക്കെയാണ് ഇവിടെ. ഇവിടെ നോക്കിയ വണ്ടികളെ അവശിഷ്ടങ്ങളാണ്. അത്രത്തോളം വണ്ടികൾ അവിടെ പോയി വീണിട്ടുണ്ട്. നമ്മളങ്ങനെ പെരിന്തൽമണ്ണയെ കഴിഞ്ഞ് ഇങ്ങനെ റൗണ്ട് അടിച്ച് നമ്മൾ വയഡക്റ്റിലേക്കുള്ള ഭാഗത്ത് കയറാൻ പോവുകയാണ്. കയറ്റം. ഓഹോ, നമ്മളങ്ങനെ ആ വയഡക്റ്റിലേക്ക് കയറിയിട്ടുണ്ട്. അതിങ്ങനെ നേരെയല്ല പോയേക്കുന്നത് കേട്ടോ, നല്ല വളഞ്ഞാണ് പോയേക്കുന്നത്. ഓക്കെ, എന്താണ് അങ്ങനെ വലിയൊരു വളവ്? കയറ്റം. ശരിയാ, കയറ്റം നമുക്കിങ്ങനെ ഒറ്റയടി കയറാക്കില്ലല്ലോ. പാലമാണെങ്കിലും പാലത്തിന് ആ വളഞ്ഞു വേണം കയറാൻ, എങ്കിലേ ബാലൻസ് കിട്ടും. ഒറ്റയടിക്ക് ഇങ്ങനെ കയറാൻ പറ്റില്ലല്ലോ. ഇവിടെ നല്ല ഹൈറ്റാണ്, അത് നമ്മൾ പ്രത്യേകം ആലോചിക്കണം. അവിടെ ചെന്നിട്ട് താഴ്ച നമുക്ക് കാണിച്ചുതരാം. പക്ഷെ ഇവിടെ സൂര്യനായാലും കൊണ്ട് ക്ലിയർ കിട്ടില്ല. തിരിച്ച് നമുക്ക് അപ്പുറത്തൂടെ വരാണെങ്കിൽ നല്ല ക്ലിയർ കിട്ടുക. വല്ലാത്ത കാഴ്ചയായിട്ട് പോലെ. ഈ റോഡ് ഇപ്പോൾ ഈ വളാഞ്ചേരി ഈ ബൈപ്പാസ് ഉണ്ടല്ലോ ഇപ്പം നമ്മൾ പോകുന്നത്, ഇവിടെ ആക്സിഡൻറ്റ് നടന്നായിരുന്നു ഈ റോഡിൽ. ആക്സിഡൻറ്റ്, ഇത് ആക്സിഡൻ്റ് കുഴപ്പമാണ് ആ വണ്ടി. ശരി, ഇതാണ് ഏറ്റവും ഹൈറ്റ് കൂടിയൊരു ഭാഗം എന്ന് പറയുന്നത്. ഇവിടെയാണ് അവിടെ തിരിച്ചാ വണ്ടിയിൽ പോകും. നമുക്ക് അതുവഴി കയറി പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് തിരിച്ചുള്ള കാഴ്ച അത് കുറച്ചും കൂടി നല്ല ക്ലിയർ ആയിരിക്കും. ഒന്നു വാഗമരം പൂത്ത് നിൽക്കുന്നു. ഒന്നൊന്നര കാഴ്ചയാണ് കേട്ടോ. ബസ് KSRTC ബസ്സിൽ അല്ല, ഏതെങ്കിലും വലിയ ബസ്സിൽ ഇതിന് മേളിൽ നിന്ന് പോകണം കേട്ടോ. ഒരു കുറച്ച് ദൂരെ ഉള്ളെങ്കിൽ അത് ഒന്നൊന്നര ഫീലായിരിക്കും മോനെ. ഇങ്ങനെ ഒരെണ്ണം കേരളത്തിൽ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരു പാലം, ഇതൊരു അത്ഭുത പാലമാണ് ഗൈസ്, അത്ഭുത പാലം. ഇനിയാണ്ട് ഇവിടെ കുറച്ച് പണി ബാക്കിയുണ്ട് കേട്ടോ. ഒരു 2 മാസത്തെ മേലെ എടുക്കും. നല്ല പാടുള്ള പണിയാണ്. പാടുള്ള വർക്കല്ല, പാറയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ്. ഞാൻ പണ്ട് ഇവിടെ വന്നപ്പം ഇവിടെ പാറ പൊട്ടിക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് പാറയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് ഇനി റോഡ് പണി 2 മാസത്തിനകം കംപ്ലീറ്റ് ആക്കും. എൻ്റെ പൊന്നോ, ഇതാണ് മോനെ കാഴ്ച. എൻ്റെ പൊന്നോ, തിരിച്ചു വരുന്നതാണ് കാഴ്ച. എന്തിനടേ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്? റോഡ് തന്നെ. ഇതാണ് ഫോട്ടോ എടുക്കേണ്ട സ്ഥലം. ഇവിടുന്ന് കാഴ്ച, അവിടുന്ന് ഇങ്ങനെ വരപ്പം ഈ ഒരു കാഴ്ച കാണുമ്പോഴുള്ള ഫീലുണ്ടല്ലേ, രാവിലെയൊക്കെ എന്നാ ലുക്കായിരിക്കും. വൈകുന്നേരമാണ് വീഡിയോ എടുക്കാൻ ഇവിടുന്ന് നമ്മുടെ കോട്ടക്കലിൽ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ, പൊന്നാനി ഭാഗത്തേക്ക് പോകുമ്പോൾ വൈകുന്നേരമാണ് നല്ല വീഡിയോ എടുക്കാൻ ക്ലിയർ. കാരണം സൺലൈറ്റ് അവിടെയാണ്. രാവിലെ ആകുമ്പോൾ തിരിച്ചാണ്. പക്ഷേ ഇവിടുന്നുള്ള കാഴ്ചയാണ് അതൊന്നര കാഴ്ച. ഈ ഇറക്കം രാത്രി വേറെ ലെവലായിരിക്കും. ഈ പാലം ഇങ്ങനെയാണ് വളഞ്ഞ് ഇങ്ങനെയാണ് പോയേക്കുന്നത് കേട്ടോ. ഇങ്ങോട്ടുള്ള കാഴ്ചയൊക്കെ അയ്യോ മോനെ, അത് വളാഞ്ചേരി ടൗണാണെന്ന് തോന്നുന്നു അല്ലേ ആ കാണുന്നതൊക്കെ. അത് എന്ത് കിട്ടണ്, ഹോസ്പിറ്റലോ ഹോട്ടലോ എന്തോ ഒന്നാണ്, വലിയൊരു കെട്ടിടം. നമുക്ക് ഇവിടുന്ന് താഴെയായിട്ടുള്ളൊരു കാഴ്ച കണ്ടാലോ. ഇപ്പോൾ ഇതിലെ വാഹനങ്ങളൊന്നും പോകുന്നില്ല കേട്ടോ, അവിടെ പണി നടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ നിർത്താം. ബാക്കി ഒന്ന് വണ്ടി ഇടിക്കൂലെന്ന്. ഈ വണ്ടി പോകുന്നു അതിൽ നിന്നറിയാം. ഇതുകൊണ്ട് നമ്മൾ പഴയ റോഡ് നമുക്ക് കാണാൻ പറ്റുന്നില്ലടാ, അത്രത്തോളം താഴ്ചയാണ്. എൻ്റെ പൊന്നെ, കിടുക്കിയല്ലേ.
കാണേണ്ടതാണ് കേട്ടോ. ഓഹോ, എൻ്റെ പൊന്നോ. സന്തോഷം അടക്കം അത്രയ്ക്ക് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു സ്ഥലം. ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇത്ര വ്യൂ, അവിടെ ഇങ്ങോട്ട് വന്നതിനേക്കാൾ 10 ഇരട്ടിയാണ് നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോയപ്പോൾ ഉള്ള കാഴ്ച. നമുക്ക് ഇതെന്താണ് പറഞ്ഞല്ലേ, ബസ്സിൽ വരണം എങ്കിൽ ഒന്നും കൂടി കാഴ്ച നമുക്ക് 2 വശം എല്ലാം ഉയർന്ന് കാണാൻ പറ്റും അല്ലേ. ഓ അടിപൊളി. എന്തായാലും കിടുക്കി തിമിർത്തും. നഷ്ടമായില്ല. അടിപൊളി കാഴ്ച. എന്തായാലും ഇത് നിർമ്മാണം നടത്തുന്ന KNRC എന്നാണ് തോന്നുന്നു കമ്പനിയുടെ പേര്, കോൺട്രാക്ട് കമ്പനിയുടെ പേര്. അവർക്ക് ഇത് വയഡക്റ്റ് പാലം നിർമ്മിച്ച് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവരുടെ ആയതിനെ കൊണ്ടാണ് ബുദ്ധിമുട്ടില്ലാതെ. അല്ലാതെ മറ്റേതെങ്കിലും കമ്പനി ആയിരുന്നു ഒരു പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടിടേണ്ട ഒരു നിർമ്മാണ പ്രവർത്തനമായിരുന്നു. അവർ സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ, അതും അതിവേഗം റെക്കോർഡ് വേഗത്തിലാണ് നിർമ്മാണം പൂർത്തിയായത്. ഒരു ദിവസം പോലും നിർമ്മാണം മുടങ്ങുകയോ പെൻഡിങ് ആവാതെ ചെയ്യാതെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് നിർമ്മാണം നടന്നത്. ഈ മലപ്പുറം ജില്ല വന്ന് കാണപ്പോൾ ഉണ്ടല്ലോ, നമ്മളെ തിരുവനന്തപുരം ജില്ല എടുത്ത് കിണറ്റിലിടാനാണ്. ഇപ്പോഴൊരു മാറ്റമില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം 4-5 മാസം. ഞാൻ അന്ന് വന്നപ്പോൾ അതുപോലെ തന്നെ എന്നാണ് നമ്മുടെ അവിയൽ ബ്രോ യൂട്യൂബ് ചാനലിലെ ബ്രോ പറഞ്ഞിരിക്കുന്നത്. വലിയ മാറ്റമൊന്നുമില്ല. അവർ ടെൻഡർ വേറെ ഏതാ നിർമ്മാണ കമ്പനിയാണ് ഇപ്പോൾ നടത്തുന്നതെന്ന് പറയുന്നത്. നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് പോകുന്നില്ല. എന്തായാലും അവിടെ ഇതേപോലെ വളരെ വേഗത്തിൽ നിർമ്മാണം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ റോഡ് നിർമ്മാണം അതൊരു അത്ഭുത കാഴ്ചയാണ്. കാരണം മുമ്പേ വന്നിട്ടുള്ളവർ കൃത്യമായി വന്നിട്ടുള്ളവർക്ക് ആ റോഡിൽ കൂടെ പോയതിന് ശേഷം ഈ റോഡ് കാണുമ്പോൾ ഒരു അത്ഭുതം തന്നെയായിരിക്കും. കാരണം കൂടുതലും നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വരപ്പം ഇവിടെ പാലമുണ്ടല്ലോ, എന്താണ് ആ പാലത്തിൻ്റെ പേര്? മറന്നും പോയല്ലോ. തിരൂരല്ലല്ലോ, കുറ്റിച്ചിറ അല്ലല്ലേ? ഇവിടെ പാലം ഞാൻ ഇവിടെ സൈഡിൽ എഴുതി കാണി, ഞാൻ മറന്നു. എനിക്ക് സ്ഥലപ്പേര് പെട്ടെന്ന് പിടിയിട്ടില്ല. കുറ്റിപ്പുറം പാലം കഴിഞ്ഞിട്ട് കോഴിക്കോട് പോകുന്ന ഭാഗം ചുരം പോലെയാണ്. ചുരം എന്ന് പറയാക്കില്ല, കയറ്റം കയറിയിട്ട് ഭയങ്കര ഇറക്കം, വീണ്ടും കുത്തനെ കയറ്റത്തിൽ കൊടും വളവ്, അങ്ങനെയൊക്കെയുള്ളൊരു ഭൂപ്രകൃതിയാണ് ഈ മലപ്പുറം ജില്ലയിൽ. അവിടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് വളരെ മികച്ച രീതിയിലാണ് നിർമ്മാണം പൂർത്തിയായത് കേട്ടോ. ഇത്ര വേഗത്തിൽ ഇത്ര അടിപൊളിയായിട്ട് നിർമ്മാണം പൂർത്തിയാവുമെന്ന് വിചാരിച്ചില്ല. പലയിടത്ത് നിർമ്മാണം പൂർത്തിയായി കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിൽ ഗംഭീരമായിട്ട് അടിപൊളിയായിട്ട്. ഇപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. നിർമ്മാണത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നമുക്കറിയത്തില്ല. ഗംഭീര ക്വാളിറ്റിയാണ് എന്നാണ് 100% എനിക്ക് വിശ്വാസം. എനിക്ക് കാണപ്പം കണ്ടേ, ഞാൻ ഇതിനെക്കുറിച്ചുള്ള ടെക്നിക്കൽ കാര്യങ്ങളൊന്നും എനിക്ക് കൂടുതൽ അറിയത്തില്ല. അപ്പോൾ കാണുമ്പോൾ ഗംഭീരമായിട്ടുള്ള നിർമ്മാണമാണ് കാണുന്നത്. അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം അത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മൾ ഇത്രയും നല്ലൊരു റോഡ് കിട്ടാൻ വേണ്ടി. അതിങ്ങനെ നിർമ്മാണം പൂർത്തിയാവുമ്പോൾ അത്രത്തോളം സന്തോഷമാണ്. കുറ്റിപ്പുറം, നമ്മൾ നേരെ പോയ കുറ്റിപ്പുറം, ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട്. വളാഞ്ചേരി ടൗണിലും പെരിന്തൽമണ്ണയിലും ഇവിടുന്ന് എക്സിറ്റ് അടിച്ച് നേരെ പോവാം. ഇപ്പോൾ ഇതേപോലെ വാഹനം കയറി വരുന്ന പോലെ ഇവിടെ എൻട്രി സാധ്യത കുറവാണ്, എൻട്രിയുടെ സ്ഥലമല്ല. പക്ഷെ ഇപ്പോൾ ഇവിടെ നിർമ്മാണം പൂർത്തിയാവാത്തതിനെ കൊണ്ട് തന്നെ എൻട്രി ചെയ്യുന്നതിനോട് കുഴപ്പമില്ല. കാരണം ഇവിടെ ഇപ്പോൾ വാഹനങ്ങളൊന്നും കയറ്റി വിടുന്നില്ല.